സംസ്ഥാനത്ത് നടപ്പാക്കാൻ തുനിഞ്ഞ സിൽവർ ലൈൻ പദ്ധതി പുതിയ UDF സർക്കാർ ഔദ്യോഗികമായി റദ്ദാക്കിയതോടെ സമരസമിതിക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ആശ്വാസം. പദ്ധതിക്കെതിരെ വർഷങ്ങളായി തെരുവിലും കോടതിയിലും ഒരേപോലെ പോരാടിയ പരിസ്ഥിതി പ്രവർത്തകരും പ്രാദേശിക സമരസമിതികളും ഈ തീരുമാനത്തെ ജനകീയ പ്രതിരോധത്തിന്റെ വൻ വിജയമായാണ് വിലയിരുത്തുന്നത്. കേരയിൽ പദ്ധതി റദ്ദാക്കി ഉത്തരവിറങ്ങിയതോടെ ആശ്വാസത്തിലാണ് ഇതിനെതിരെ സമരം ചെയ്ത പരിസ്ഥിതി പ്രവർത്തകരും പ്രദേശവാസികളും. തങ്ങളുടെ പുരയിടങ്ങളിൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചപ്പോൾ മുതൽ കണ്ണീരോടെ തെരുവിലിറങ്ങിയ സാധാരണക്കാരുടെ വലിയ വിജയമാണിതെന്ന് പ്രാദേശിക സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ കേരളം നേരിടേണ്ടി വരുമായിരുന്ന കടുത്ത പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ച് നിരന്തരം മുന്നറിയിപ്പ് നൽകിയ പരിസ്ഥിതി പ്രവർത്തകർ സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തിയും വലിയ തോതിൽ കരിങ്കല്ലും മണ്ണും ഖനനം ചെയ്തും നടപ്പാക്കേണ്ടിയിരുന്ന പദ്ധതി കേരളത്തെ മറ്റൊരു പ്രകൃതി ദുരന്തത്തിലേക്ക് തള്ളിവിടുമായിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ അതിനെതിരെ സമരം ചെയ്ത നാട്ടുകാരും സ്വാഗതം ചെയ്യുന്നത്. കാരണം അവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുക, അതേസമയം ഈ മഞ്ഞക്കുറ്റികൾ പൂർണ്ണമായും പിഴുതുമാറ്റുക, അതേപോലെ തന്നെ വിജ്ഞാപനം റദ്ദാക്കുക, ഇത് മൂന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 4-5 കൊല്ലമായി നടത്തുന്ന സമരത്തിന് സർക്കാർ അനുകൂലമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ ശുഭോദർക്കമായ കാര്യമാണ്. വീടും ജീവനോപാധികളും നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈ പ്രഖ്യാപനം നൽകുന്ന ആശ്വാസം ചെറുതല്ല. കടക്കണിയിലാകുമെന്നും സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുമെന്നും ഭയന്ന വലിയൊരു ജനവിഭാഗം സർക്കാരിന്റെ ഉത്തരവിനെ ആശ്വാസത്തോടെയാണ് വരവേറ്റത്. ജനവികാരം മാനിക്കാതെയും പരിസ്ഥിതി ആഘാതങ്ങൾ പഠിക്കാതെയും കൊണ്ടുവരുന്ന വികസന മാതൃകകൾക്ക് കേരള മണ്ണിൽ സ്ഥാനമില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ തീരുമാനത്തിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.